everyone, this is Renu, a Managing Director and Principal Consultant of Godspeed Immigration. ഞാനൊരു 190 and 189 രണ്ട് പ്രോസസ്സിനും ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റ് ഇന്ന് എൻ്റെ ഒപ്പം ഗോഡ്സ്പീഡ് ത്രൂ. സോ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ മൻസൂർ എന്നാണ് അദ്ദേഹത്തിന്റെ നെയിം. അദ്ദേഹം കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജറാണ്. അദ്ദേഹത്തിന് ആദ്യം വന്നിരിക്കുന്നത് 190 സതേൺ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇൻവിറ്റേഷൻ. 80 പോയിന്റ്സിലാണ് അദ്ദേഹം ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തത്, പ്ലസ് 5 പോയിന്റ്സ് ഫ്രം സതേൺ ഓസ്ട്രേലിയ. അദ്ദേഹത്തിന്റെ വിസ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ 189 ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷനിലും ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പോകാം. എങ്ങനെയായിരുന്നു സർ ഗോഡ്സ്പീഡിന്റെ സർവീസ്? എൻ്റെ പേര് മൻസൂർ. ഞാൻ കേരളത്തിലെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിയാണ്. ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഗോഡ്സ്പീഡിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരു ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ജസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ എന്നുള്ള ഇതിലാണ് തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കോമ്പറ്റീഷൻ ബിൽഡപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഓരോ പോയിന്റ്സും ഗോഡ്സ്പീഡിന്റെ എംപ്ലോയീസ് വിളിച്ചിട്ട് പറയുമായിരുന്നു. കഴിവതും എല്ലാ സെക്ഷനിലും മാക്സിമം പോയിന്റ്സ് സ്കോർ ചെയ്യണം. അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മീൻസ് വി ക്യാൻ കൺട്രോൾ. ഏജ് പോലെയുള്ള കാര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ PT പോലുള്ള എക്സാംസ് മാക്സിമം നമ്മൾ സ്കോർ ചെയ്യുക. മറ്റു കാര്യങ്ങൾ എന്താണോ ഗോഡ്സ്പീഡ് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്താൽ മാത്രം മതി. ബാക്കി ഇറ്റ്സ് ദെയർ ഹെഡേക്ക്. അപ്പൊ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യാനുള്ളത് അതിന്റെ ഡാറ്റാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു വെച്ചാൽ പ്രോസസ് വിൽ ബി വെരി ഫാസ്റ്റ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോസസ്സ് തുടങ്ങി 6 മാസം തികയുന്നതിന് മുമ്പാണ് എനിക്ക് ഈ 2 ഇൻവിറ്റേഷനും എൻ്റെ കേസിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടാൻ എല്ലാവരും പറഞ്ഞത് ഓൾമോസ്റ്റ് 1 ഇയർ എടുക്കും. അതിനുശേഷം വിസ ഗ്രാന്റ് വരാൻ വീണ്ടും 1 ഇയർ എടുക്കും. അപ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് 2 to 3 years ആക്ച്വലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനെ പുറത്ത് ഓസ്ട്രേലിയയിലുള്ളവരൊക്കെ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിരുന്നു. അവർക്കും അത്രയും ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ എൻ്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നത് 6 മാസത്തിൽ താഴെയാണ് വന്നിരിക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണ് ഗോഡ്സ്പീഡിലുള്ളത്. നമുക്കൊരു കാര്യം വിളിച്ച് ചോദിച്ചാൽ ഒന്നുകിൽ അവർ അതിന് റെസ്പോൺസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ പഠിച്ചിട്ട് അവരത് തിരിച്ചു വിളിക്കും. ഞാൻ ഒത്തിരി ട്രബിൾ ചെയ്തിട്ടുണ്ട് ഗോഡ്സ്പീഡുകാരെ. കാരണം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്തോ ദേ ഹാവ് റെസ്പോണ്ടഡ് ടു മീ പ്രോപ്പർലി. എൻ്റെ പേര് ഇപ്പോൾ ഓൾമോസ്റ്റ് ഗോഡ്സ്പീഡിൽ എല്ലാവർക്കും തന്നെ പരിചയമാണ്. ഞാൻ മൂലവും മറ്റ് ക്ലയൻസ് മൂലവും. മറ്റ് ക്ലയൻസ് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുമ്പോഴും നിങ്ങൾ എന്നെ വിളിക്കാറുണ്ട്, അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്. പക്ഷെ ഐ എം ഹാപ്പി, കാരണം ഐ ആം ആൻ അൺഒഫീഷ്യൽ പാർട്ട്ണർ ഓഫ് ഗോഡ്സ്പീഡ് നൗ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ വെരി വണ്ടർഫുൾ ആൻഡ് പ്ലീസിങ് എക്സ്പീരിയൻസ് ആൻഡ് സാറ്റിസ്ഫൈഡ് അല്ല, ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്സ്പീഡ്. ഞാൻ ചെയ്തത് എനിക്ക് വന്ന ഏറ്റവും ഒരു 3 to 4 ക്ലയൻസിനെ ഞാൻ ഗോഡ്സ്പീഡിന് തന്നിട്ടുണ്ട്. മീൻസ് അവരിങ്ങനെ ഓപ്ഷൻസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ വറീസ്, അതിന്റെ പ്രൂഫ് ഞാൻ തന്നെയാണ്. അതുമ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ തല പോയിക്കണ്ട, നിങ്ങൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ. ഇന്നലെ വിളിച്ചിരുന്ന ഒരാള് ഞാൻ പറഞ്ഞു അവർ PT എഴുതിയാൽ മതി, ബാക്കി ഗോഡ്സ്പീഡ് നോക്കിക്കോളും ഞാൻ പറഞ്ഞത്. ആക്ച്വലി എനിക്ക് അധികം സമയം എടുത്തില്ല ഗോഡ്സ്പീഡിൽ. മീൻസ് ഈവൻ എൻ്റെ മൈ ഫ്രണ്ട്സ് ആർ ദർ ഇൻ ഓസ്ട്രേലിയ. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്. ബിക്കോസ് ഒരു 1.5 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഇതുവരെ ഇൻവിറ്റേഷൻസ് വന്നിട്ടില്ല. ഐ തിങ്ക് ഐ എം ലക്കി. പിന്നെ ഗോഡ്സ്പീഡ് വാസ് എ ഗുഡ് സെലക്ഷൻ ഐ തിങ്ക്. അതിൽ ഒരു പല പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒത്തിരി മീൻസ് എംപ്ലോയീസ് ഉണ്ടാവും, പക്ഷെ ഗോഡ്സ്പീഡിലും ഉണ്ടാവും. ദർ വിൽ ബി ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ. ഗുഡ് മീൻസ് ഒരു ക്ലയന്റിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതിക്ക് ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണ്.
വാട്ട് ഐ ഫീൽ ഇൻ ഗോഡ് സ്പീഡ്. താങ്കൾ ഒരേ സമയം തന്നെ 2 പ്രൊഫൈല് 2 ഏജൻസികളിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഞങ്ങളും ആ ഒരു ഏജൻസിയും തമ്മിൽ താങ്കൾക്ക് ഫീൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്തായിരുന്നു അവിടെ ഇവിടെയും? ഒരു രണ്ട് വാക്കിൽ കമ്പയർ ചെയ്യാം. ഗോഡ് സ്പീഡ് അറ്റാച്ച്ഡ്, ഗോഡ് സ്പീഡ് അറ്റാച്ച്ഡ്, ദ അതർ ഏജൻസി ഡിറ്റാച്ച്ഡ്. Thank you so much. അത്രയും പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. Correct. That's more than enough for us. Thank you so much for this wonderful review and congratulations. നമ്മൾ 2 ഇൻവിറ്റേഷൻ ആണ് റിസീവ് ചെയ്തത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. പെട്ടെന്ന് തന്നെ വിസ ഗ്രാൻഡ് ആവട്ടെ.